ഹായ് മക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി മിസ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, നമ്മൾ എവല്യൂഷൻ ചാപ്റ്റർ പഠിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് എവല്യൂഷൻ കുറച്ച് ഡ്രൈ ആണെന്ന് അല്ലേ. സോ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഹ്യൂമൺ എവല്യൂഷൻ. ഈ ഹ്യൂമൺ എവല്യൂഷൻ എങ്ങനെയാണ് ഓർത്ത് വെക്കുന്നത്, ഇത്രയും പേരുകൾ എങ്ങനെയാണ് ഓർത്ത് വെക്കുന്നത്? വിഷമിക്കേണ്ട, മിസ് അതിനൊരു ട്രിക്കായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. സോ നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത് ഈ സെൻറ്റൻസ് ഓർത്ത് വെക്കാം. പ്ലീസ് ഡു റിമെമ്പർ ആപ്പിൾ ഹാസ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഫോർ ഹ്യൂമൻസ്. Please do remember apple has essential nutrients for humans. എന്താണ് ഇതിൽ ഓരോ ഫസ്റ്റ് ലെറ്റർ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. സോ P for parapithecus, D for dryopithecus, R for ramapithecus, A for australopithecus, ഹാസിലെ H homo habilis. ഓക്കെ, അതുപോലെ എസെൻഷ്യൽ ഹോമോ ഇറക്റ്റസ്. ഓക്കെ, ഇനി ന്യൂട്രിയൻസിലെ N എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് നിയാൻഡർതലൻസിസ് അല്ലെങ്കിൽ നിയാൻഡർതാൽ മാൻ എന്ന് ഓർത്താൽ മതി കേട്ടോ. അതുപോലെ ഫോറിലെ എഫ് ഹോമോസാപ്പിയൻസ് ഫോസിലിസ്. ഓക്കെ, ഹോമോസാപ്പിയൻസ് ഫോസിലിസ്. ആൻഡ് ഹ്യൂമൻസ് എന്ന് പറയുന്നത് നമ്മൾ മോഡേൺ ഹ്യൂമൻ, അതായത് ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ്. സോ പ്ലീസ് ഡു റിമെമ്പർ ആപ്പിൾ ഹാസ് ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഫോർ humans. Okay, parapithecus, dryopithecus, ramapithecus, australopithecus, homo habilis, homo erectus, neanderthal man, cro-magnon man's scientific name ആണ് fossilis, and modern man ആണ് homo sapiens sapiens. Okay, so human evolution നിങ്ങൾ എല്ലാവരും ഓർത്തു വെക്കുന്നു വിശ്വസിക്കുന്നു. Okay.